ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടുവിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ തന്നെ കുറച്ച് പച്ചക്കറികളായിട്ടുള്ള തല്ലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു നമുക്ക് സാമ്പാർ വെച്ചാലോ. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ, ഫുള്ള് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള കഷ്ണം കൊണ്ട് നമുക്കൊരു സാമ്പാറാണ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്നാൽ നമ്മൾ ഇന്നലെ തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വത്ത് പറഞ്ഞു എന്നോട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ബാറ്ററൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പച്ചക്കറികളൊക്കെ നേരാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി വെക്കാലോ വിചാരിച്ചിട്ട് പച്ചക്കറിയൊക്കെ എല്ലാതും ശരിയാക്കി കൊണ്ടിരിക്കണം. എന്നാൽ ഇഡ്ഡലിക്ക് സാമ്പാറും കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ഇഡ്ഡലിയുടെ ചെമ്പ് വെച്ചിട്ടോ, അടുപ്പത്ത് വെച്ചിട്ട് ഇഡ്ഡലിയുടെ ബാറ്റർ അതിലൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തു. എനിക്ക് കണ്ടിട്ടത് ഇത് മാവ് എന്താണെന്ന് വെച്ചാൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒന്നാമത് മടി കാരണം അരച്ച് വെക്കാനും വഴുകി. അരച്ച് വെച്ചത് വഴുകിയതുകൊണ്ടാണെന്ന് അറിയില്ല, പൊന്തി വന്നിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ പറയുമ്പോൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ടും പൊന്തി വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട്, ഇത് ശരിയാവൂലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ശരിയാവില്ല എന്ന് തോന്നുന്നത് വെച്ചാൽ സോഫ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ കാണുമ്പോൾ നല്ല വൃത്തി തോന്നുന്നുണ്ട്. ഞാനെപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുക വെച്ചാലും സോഫ്റ്റ് ഇങ്ങനെ നല്ല വൃത്തിയുള്ളത് നല്ല ഹാർഡായി പോകും കേട്ടോ. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയും പൊട്ടിയതൊക്കെ ആണെങ്കിൽ അത് സോഫ്റ്റും ഉണ്ടാവും. ഒരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. ഫസ്റ്റ് ഒരു വട്ടം വെച്ചെടുത്തതാണ് കേട്ടോ ഇത് രണ്ടും കൂടി. പക്ഷെ രണ്ടിലും ഉപ്പില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യുന്നു. സ്വത്തു പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ വെക്കും ചെയ്തു. ഉപ്പ് നോക്കിയില്ല. ഉപ്പ് അരി അരക്കണ സമയത്ത് ഉപ്പിടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാനെന്ന് ഉപ്പ് എപ്പോഴും ഇട്ട് കൊടുക്കല. ഇപ്പോൾ 2 തവണയായിട്ട് ഉപ്പിടാതെ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇഡ്ഡലിയുടെ ഇത് ഉണ്ടാക്കും ചെയ്തു കേട്ടോ, ഉപ്പിടാതെ തന്നെ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എല്ലാതും കായവും സാമ്പാർ പൊടിയും മഞ്ഞളും പുളിങ്ങ അടക്കം അതിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുക്കറിലാണ് വെച്ചിട്ട്, എന്നാൽ എളുപ്പം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അത് കുക്കറിൽ അടിക്കണ സമയത്ത് ഞാൻ തേങ്ങ വറുത്തു. തേങ്ങ വറുത്തിട്ടുണ്ടായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഏത് കറിയിലും, മീൻകറി ഒഴിച്ച് ഏത് കറിയിലും തേങ്ങ വറുത്തൊഴിക്കണക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലേ കറി രസം ഉണ്ടാവുള്ളൂ എന്നുള്ളതിലാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ഈ ഇഡ്ഡലി കണ്ടോ, ഭയങ്കര ഹാർഡാണ് കാണുമ്പോൾ തന്നെ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇഡ്ഡലി ഒന്ന് മാറ്റി പിടിച്ചു ഈ ഒരു സംഭവം ദോശ ഉണ്ടാക്കി. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ എനിക്കും സമാധാനമായി. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ദോശ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാ കുക്കറിൽ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അരച്ച് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തല്ല, അതിന് മുമ്പ് ഞാൻ ഇതിലൊരു സാധനം, ഒരു ഇൻഗ്രീഡിയൻസ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം സംഭവം എല്ലാ കാര്യങ്ങളും സെറ്റാണ്, അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇതിലെന്താണ് കുറവ് എന്നുള്ളത് ആരെങ്കിലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുളിങ്ങ ഞാൻ അതുപോലെ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇതാ സാമ്പാറിനൊക്കെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം കടുകും ഉലുവയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ മിന്നുവിന് ഇന്ന് പരീക്ഷ എന്നാണ് പറഞ്ഞത്.
പനി ആയതുകൊണ്ട് നമ്മൾ ഡോക്ടറൊക്കെ കാണിക്കാൻ പോയി. അത് ചായ കുടിയൊക്കെ കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അവൾക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. സ്നാക്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ കണ്ണ്, ഈ കണ്ണ് അത് സാധനത്തിന് 50 രൂപയാണ് കേട്ടോ. അല്ല സോറി 10 രൂപയാണ് കേട്ടോ. അപ്പം എനിക്ക് കുറേ കാലമായിരുന്നു അതൊന്ന് വാങ്ങിയിട്ട് എങ്ങനെയുണ്ട്, കഴിച്ചാൽ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കാക്കയുടെ കൂടെ പോയപ്പോൾ അത് വാങ്ങി. പിന്നെ മധുരമില്ലാത്ത നുറുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ റോബസ്റ്റ് പഴം, പിന്നെ കേക്ക്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ. നിക്കാച്ച മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ മധുരമുള്ള സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ റോളുണ്ടല്ലോ, ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് കൊടുന്നാലും ഇവിടെ ആർക്കും ഉണ്ടാവില്ല. കാരണം എല്ലാവരും നന്നായിട്ട് കഴിക്കുക മിഠായി. പിന്നെ ഇത് തീരെ കഴിക്കാത്തതുകൊണ്ടാണ് വെച്ചിട്ട് മറ്റേ ഇതിന് കേക്കിൻ്റെ മുന്നത്തെ ആ സാധനമല്ലേ, എന്താ ട്രീറ്റോ അങ്ങനെ എന്തോ സാധനം, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കേക്ക്. പിന്നെ ഉമ്മാക്കാണ് കേട്ടോ മുസമ്പി. അങ്ങനെ മുസമ്പി സാധനങ്ങളൊക്കെ കൊടുന്ന് അങ്ങനെ ഇക്കാക്ക കുറച്ച് കൂന്തളൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് കൂന്തളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ കൂന്തൾ ശരിയാക്കി ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം അതിൻ്റെ ഉള്ളിലത്തെ പിന്നെ തല ഇങ്ങോട്ട് മാറ്റിയെടുക്കും. എന്നിട്ട് ഓരോന്ന് ഇതാക്കും കേട്ടോ. എന്നിട്ട് എല്ലാതും ഇതുപോലെ ഇതാക്കിയിട്ട് ലാസ്റ്റാണ് മുറിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ എപ്പോഴും ചെയ്യാം, അല്ലാതെ ഓരോന്ന് ക്ലീൻ ആക്കൂല കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ എഴുതാൻ തന്നിട്ടുണ്ട് ടീച്ചർമാരൊക്കെ, അരണാന്നൊക്കെ എഴുതാൻ തന്നിട്ടുണ്ടെങ്കിൽ ആന്ന് എഴുതിയിട്ട് പിന്നെ രാ എന്നിട്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്യണം കേട്ടോ. ഓരോന്ന് ആദ്യം പിന്നെ നേരാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് മിന്നുവിന് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞി കൊടുക്കലിന് ആൾക്കാർ ദേഷ്യം വരലോർത്തി പനി ആയിട്ട്. പിന്നെ ഞാൻ കൂന്തൾ റോസ്റ്റ് ചെയ്തു. കൂന്തൾ റോസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുരുമുളക് പൊടി ഭയങ്കര എരിവ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിലും നല്ല എരിവായിരുന്നേ. പിന്നെ ഇത് ഞാൻ ഈ കണ്ണെങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് എടുത്തിട്ട്, നമ്മൾ ഈ ജപ്പാനീസോ നേപ്പാളീസോ ആരൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ ഈ വെറും തീറ്റ മാത്രം ചെയ്യണ ഒരു വീഡിയോസില്ലേ, അതിലിങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇത് വാങ്ങിയിട്ട് കഴിച്ച് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ സാധനം എഴുതിയപ്പോൾ കുറച്ച് മക്കറോണിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ചായക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഉമ്മാക്ക്. അപ്പം ഇന്ന് മക്കറോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മക്കറോണിക്കുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇതിൽ ഇടാനുള്ള ഒരു ഇല ഉണ്ട് കേട്ടോ. അത് നമ്മൾ വീട്ടിലുണ്ട്. അത് അപ്പോൾ പൊട്ടിച്ച് കൊണ്ടലാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വേപ്പിൻ്റെ ഇലയുടെ മരം ഉണ്ട്. അതിന്മേന്നൊക്കെ എടുത്ത് ഇപ്പോൾ വേപ്പിൻ്റെ ഇല സുഖമില്ലാതെ കിടപ്പായിക്കണം. അത്ര അതിന്മേന്ന് ഒറ്റൊന്നും കിട്ടാത്ത അവസ്ഥയായിക്കണം. പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ എങ്ങനത്തെയൊക്കെ പൊട്ടിക്കണം, എന്നാൽ ബാങ്കിന് ശേഷം പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഞാൻ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ മണ്ടി പോയി പൊട്ടിച്ചു കൊടുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ അത് നേരെ ചെന്നിട്ട് അത് ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തു. പക്ഷേ പിന്നെയാണ് ആലോചിച്ചത് അതാദ്യം ഇടാൻ പാടില്ലായിരുന്നു എന്ന്. അത് പിന്നെ ഇങ്ങോട്ട് കോരി മാറ്റി കൊടുത്തു. കോരി മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെയാണ് ഏലക്കായ, പട്ട, കറാമ്പൂവൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ ഏലക്കായും പട്ടയും കറാമ്പൂവും ആദ്യം ഇട്ട് കൊടുത്തു. പക്ഷേ ഇതിങ്ങനെ ഇടുന്നേക്കാളും നല്ലത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അടിക്കുമ്പോൾ അതിലൂടെ ഇട്ടടിക്കണം കേട്ടോ നല്ലത്. അല്ലാതെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്ത്, പിന്നെ ക്യാപ്സിക്കം അതിലിട്ട് കൊടുത്തിട്ടോ. പിന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതാണ് അതിട്ട് കൊടുക്കാത്തത്.
അങ്ങനെ അതൊക്കെ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും പിന്നെ കൂടുതൽ കട്ടിപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെയുള്ള മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതന്നെ ഈ മുളക് പൊടി തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ. അത് കാരണം ഞാൻ ഉമ്മാക്ക് എരിവ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ലേശം അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു കേട്ടോ. കടയിൽ നിന്ന് മേടിക്കണമല്ല കേട്ടോ, ഇവിടെ മില്ലിൽ നിന്ന് മേടിക്കണ ചിക്കൻ മസാല. അതുകൊണ്ട് കുറച്ച് അധികമായാലും കട്ടിപ്പ് വരില്ല കേട്ടോ. കടയിൽ നിന്ന് മേടിക്കണതാകുമ്പോൾ പെട്ടെന്ന് കട്ടിക്കും. പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ടപ്പോൾ തോന്നി ലേശം അധികം കഴിക്കണമെന്ന് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നല്ലോണം അധികമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറിപ്പോയതിന് ശേഷം ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മക്രോണിയൊക്കെ നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. പിന്നെ കിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് വേറെ വേവിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടോ. ഉമ്മാക്ക് നല്ല എരിവ് വാങ്ങിച്ചിട്ടാണ് ഞാൻ എരിവ് കൂടുതലായിട്ടിട്ടത്. പക്ഷെ അത് ലേശം ഓവറായിട്ടോ. ഇത് കഴിച്ച് നോക്കിയപ്പോൾ നാവ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ട അവസ്ഥയായി മാറിട്ടോ. അത്ര എരിവുണ്ടായിരുന്നു കേട്ടോ ഇതിന്. എന്നാലും എരിവുണ്ടായാലും സ്വത്തൊന്നും കൂടുതൽ കഴിച്ചിട്ടോ. അങ്ങനെ മിന്നു ഗുളിക കുടിക്കുകയാണ് കേട്ടത്. മിന്നുവിനെ വെച്ചാൽ ഗുളിക കുടിക്കാൻ ഭയങ്കര മടി രാത്രി. അങ്ങനെ കുറേ നേരം നിന്ന് മടിച്ചിട്ടാണ് അവൾ ഗുളിക കുടിച്ചത്. ഒരു ഗുളിക കുടിക്കാനുള്ളതൊക്കെ അത് അരപ്പൊട്ട് പൊട്ടിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ മിന്നു ഗുളിക കുടിക്കുന്നത്. പിന്നെ കുറേ നേരം ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കുടിച്ചു. ഇനി അടുത്തതും കൂടി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കുടിക്കാൻ പറഞ്ഞാലും കുടിക്കണില്ല കേട്ടോ. ബിസ്മി ഇപ്പോൾ 3 വട്ടമായി ചെല്ലണം. അങ്ങനെ ഒരു ഗുളിക കുടിച്ച് കിട്ടി. ഇനി അടുത്തത് 2 ഉണ്ട്. പിന്നെ ഇനി ഒന്ന് കുടിക്കില്ല, ഒന്നേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പനി കുടിച്ചതിൻ്റെ കോലാണ് കേട്ടോ. ഗുളിക കുടിച്ചതിൻ്റെ കോലാണ് കേട്ടോ ഇപ്പോൾ ആ കാണുന്നത്. ഇത്രയും കുടിക്കൂല കേട്ടോ പൊന്നു തീരെ കുടിക്കൂല. പൊന്നുവിന് നമ്മൾ വടി എടുത്ത് നിൽക്കണം. അല്ലെങ്കിൽ ഓള് കുടിച്ചു എന്ന് പറഞ്ഞ് വാഷ് ബേസ് കേടും എന്നിട്ട് വെള്ളം തിരിക്കും. അതാണ് പൊന്നുവിൻ്റെ പരിപാടി. ഗുളിക കുടിക്കേണ്ട കാര്യത്തിൽ മിന്നുമാണ് കേട്ടോ. മിന്നും സ്വത്തും പിന്നെ ഗുളിക പിന്നെ കുഴപ്പമില്ലാണ്ട് കുടിക്കും. പക്ഷേ മറ്റേ നമ്മൾ പൊന്നുവിനെ ഏത് ഡോക്ടറെ കാണിച്ചാലും ഗുളിക കുടിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അത് കാരണം ഡോക്ടറെ കാണിക്കാനേ നിൽക്കില്ല കേട്ടോ. അത്രയും വയ്യാണ്ടാകുമ്പോഴേ കാണിക്കുള്ളൂ. പിന്നെ ഞാൻ ഒരു മഗ്‌രിബിന് ശേഷമൊക്കെ ആയപ്പോൾ മക്രോണിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാനൊരു മാക്സി എടുക്കാൻ പോയിട്ടോ. എങ്ങനെയുണ്ട് മാക്സി എന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടമായോ എന്നുള്ളത്. ഇതൊക്കെ ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ ഈ ബ്ലൂ കളർ പറഞ്ഞാൽ ഇക്കാക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതാണ് ബ്ലൂ വിട്ടിട്ടുള്ള കളയേ ഇല്ല. പിന്നെ ഈ മെറൂണ് ഇങ്ങനെ കാണുമ്പോൾ ഭംഗി തോന്നുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ അത്ര പറ്റിയിട്ടില്ല. എന്നാൽ കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ ഇടാൻ 2 ടർക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നിസ്കാര കുപ്പായം പൊന്നുവിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.